ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ ഒട്ടും വയ്യാണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത് കേട്ടോ. അപ്പോൾ ഏതാണ്ട് 1 വീക്കിൻ്റെ മേലെ ആയി ഇപ്പോൾ സിക്കായിട്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, കഫക്കെട്ട്. എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയായിരിക്കും, ചെറുതായിട്ട് കുത്തി കുത്തി ചുമയും കഫക്കെട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂടി പിന്നെ എന്താ കഫമൊക്കെ കൂടി കളർ ചേഞ്ചൊക്കെ ആയി, പിന്നെ ചുമയായി, പനിയായി. അപ്പോൾ പിന്നെ എന്താ പറയുക, വല്ലാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 ദിവസം തീരെ എന്താ പറയുക, കിടന്നെടുത്തുനിന്ന് എഴുന്നേക്കാൻ വയ്യാണ്ടായിപ്പോയി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ 3-4 ദിവസം ഡ്യൂട്ടിക്കൊന്നും ഒട്ടും പോകാണ്ടായി, സിക്ക് ലീവായിരുന്നു, വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ നൈറ്റിയൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്, വീട്ടിൽ വയ്യ. അപ്പോൾ എൻ്റെ കംഫേർട്ട് അനുസരിച്ച് ഇടാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഇട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും നിങ്ങളുടെ അടുത്ത് 2 സംസാരിക്കാമെന്നുള്ളത്. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊരു പിക്ചറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു, ഇങ്ങനെ പനിയായതൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാത്തതെന്ന് കേട്ടോ. പിന്നെയാണ് എനിക്ക് ഒട്ടും സൗണ്ടും ഉണ്ടായിരുന്നില്ല, എന്താ പറയുക, സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, 3-4 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഒന്ന് ഓക്കെ ആയി വരുമ്പോഴത്തേനും ഞാൻ ഡ്യൂട്ടിക്ക് പോയി. കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, കഫക്കെട്ട് ചുമയൊക്കെ പെട്ടെന്നൊന്നും മാറത്തില്ലല്ലോ, എന്നാലും ഒരുപാട് മാറ്റമുണ്ട്. ഞാൻ എന്താ പറയുക, ഡോക്ടറെയൊക്കെ കാണിച്ച് മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട്. അതേ പിന്നെയാണ് എനിക്ക് കുറച്ചൊന്ന് ജീവൻ വെച്ച് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇപ്പം അടുത്ത കാലത്തൊന്നും എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. എപ്പോഴെങ്കിലുമൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ പനിയായിട്ട് വരും, അതങ്ങ് പെട്ടെന്ന് പോവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ശരിക്കും ഞാൻ കിടന്നു പോയിട്ടോ, വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാനിപ്പം വീട്ടിലിരിക്കുന്ന ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് മാറ്റാനും വയ്യ, ഒന്നിനും വയ്യ, നിങ്ങളടുത്ത് 2 സംസാരിച്ചിട്ടൊക്കെ പോകാമെന്നുള്ളത്. അങ്ങനെ ഇന്നലെ ഡ്യൂട്ടിക്ക് പോയിട്ടോ, ഒന്ന് സെറ്റായി വന്ന് എന്താ പറയുക, ഒന്ന് തലപൊക്കി തുടങ്ങി. പിന്നെ ഞാൻ വെച്ചു എന്തായാലും ഡ്യൂട്ടിക്ക് പോയി, എത്ര ദിവസം പോകാണ്ടിരിക്കുകയെന്ന് കരുതിയിട്ട് ഇന്നലെ പോയി. അപ്പോൾ ഇന്നലെ ഡ്യൂട്ടിയൊക്കെ എടുത്ത് ഫുൾ AC ആയത് കാരണം എനിക്കിപ്പം തണുപ്പ് കൂടിയിട്ടോ. അപ്പോൾ ഇന്നലെ എന്താ പറയുക, ഡ്യൂട്ടി എടുക്കുമ്പോൾ വലിയ എന്താ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ട് ഇങ്ങനെ റണ്ണിങ് നോസായിട്ട് മൂക്കൊലിപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നു നൈറ്റിൽ കിടക്കാൻ നേരത്തെ ചുമച്ച് ഈ നേരം വരെ, രാവിലെ ആകുന്നവരെ എൻ്റെ ദൈവമേ, ഞാൻ എങ്ങനെയാണ് നേരം വെളുപ്പിച്ചതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത്രയും കഷ്ടത്തിലായിരുന്നു കേട്ടോ. ഒരു തുള്ളി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ഞാൻ. എന്നിട്ട് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് 5:30 ഞാൻ ഇങ്ങനെ ഫോണിൽ നോക്കുമായിരുന്നു കേട്ടോ, 4:30 5:30 അങ്ങനെ ലാസ്റ്റ് ഞാനൊരു 5:45 അങ്ങാണ്ടായപ്പോൾ ആ ചേട്ടനെ വിളിച്ചു വരുത്തി. എനിക്ക് ഒട്ടും പറ്റത്തില്ല, ഉറങ്ങുവാണ് കേട്ടോ, ഇടയ്ക്കെല്ലാം എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മെഡിസിനൊക്കെ കണ്ടിന്യൂ ചെയ്തു കേട്ടോ. പക്ഷേ എൻ്റെ ചുമേൻ്റെ സിറപ്പ് തീർന്നു ഒരു കഷ്ടകാലത്തിന്. അപ്പോൾ ഞാൻ പിന്നെ വേറെ എന്തൊക്കെയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇവിടെ കുറച്ചുണ്ടായിരുന്നു മെഡിസിനൊക്കെ വെച്ച് അഡ്ജസ്റ്റ്. അപ്പോൾ ചെറിയ കഫൊക്കെ ഉണ്ടായിരുന്നു, അതെടുത്ത് കുറച്ച് കുടിച്ച് വെച്ചത് വെട്ടി എഫക്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ലാസ്റ്റ് ആയിട്ട് തന്നെ രാവിലെ തന്നെ പാർക്ക് ഹോസ്പിറ്റലിലോട്ട് വിട്ടിട്ട് അവിടുന്ന് റാപ്പിഡ് സിറപ്പും കാര്യങ്ങളൊക്കെ മേടിച്ച് അത് കുടിച്ച്, എന്നിട്ടും അതിനുശേഷവും ചുമയുണ്ടായിരുന്നു. എന്നാലും പക്ഷെ ഇന്നലെ രാത്രി നിങ്ങളൊന്ന് ആലോചിക്കണം, ഇന്നലെ രാത്രി മുതൽ ഈ നേരം വരെ ചുമ എന്ന് വെച്ചാൽ അത്രയും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ ചുമച്ചത് കേട്ടോ, ഉറങ്ങാതെ. അപ്പം അത്രയും കഷ്ടപ്പെട്ടു പോയി സംഭവം എന്ന് വെച്ചാൽ, അത്രയും ചുമ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഉറങ്ങിയില്ല, അമ്പാടി ആയിട്ടാണ് നല്ല ഇങ്ങനെ കിടക്കുന്നുണ്ട്. എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവർ ഉറങ്ങിയിട്ടേന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ, എനിക്ക് തന്നെ ഒട്ടും സമയവും പോകുന്നില്ല. എനിക്ക് ചുമച്ച് ഇവിടെ വേദനയായി തുടങ്ങിയിട്ടോ. ഞാൻ വെച്ചാൽ തൊണ്ട കീറിയിട്ട് ബ്ലീഡിങ് ആയിട്ട് വരുമോ എന്നൊക്കെ പേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെ നേരം വെളുപ്പിച്ച് ഞാൻ മരുന്നൊക്കെ മേടിച്ച് അതൊക്കെ കുടിച്ച് ഇപ്പോൾ ഒന്ന് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ആക്ച്വലി ഡ്യൂട്ടിക്ക് പോകണം, ഉച്ചയ്ക്ക് ശേഷം പോകണം. പോകാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾ അത്രയും ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനൊന്ന് വയ്യാണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ചുമയും കോൾഡും അതൊക്കെയാണ് പ്രശ്നം ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എഗെയിൻ നൈറ്റൊക്കെ വരുന്നുണ്ട്, എനിക്കറിയാൻ പാടില്ല ഇത് എന്തായി തീരുമെന്നുള്ളത്. ഒന്നാമത് AC ആയത്, ഹോസ്പിറ്റൽ മൊത്തം AC ആയിരുന്നല്ലോ, അത് കാരണം എനിക്ക് ഇങ്ങനെ അതേപോലെ ഫാനും ഒക്കെ ഇടുന്ന സമയത്താണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനിപ്പോൾ ഫാനൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, എനിക്കൊന്നും വേണ്ട എന്നുള്ള അവസ്ഥയിലാണ്. അത്രയും ചുമയും കഫക്കെട്ടും അതിൽ പിന്നെയാണ് എനിക്ക് പനിയൊക്കെ വന്നു തുടങ്ങി. പനിയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ, പിന്നെ 102 ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെഡിസിനൊക്കെ എടുത്ത് 2-3 ദിവസം റെസ്റ്റൊക്കെ എടുത്തപ്പോഴാണ് കുറഞ്ഞത്. അപ്പോൾ ആക്ച്വലി അതൊക്കെ കണ്ടാണ് ഞാൻ വീഡിയോസൊന്നും ഇടാത്തത്. ഇങ്ങനെ കമൻസ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ അതിങ്ങനെ വായിക്കാറുണ്ട്, അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട്, വേറെ ഒന്നും ചെയ്യാറില്ല. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഇതൊക്കെ കൊണ്ടാണ് വീഡിയോസ് ഇടാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേസ്, അപ്പോൾ ഞാനെല്ലാം ഒന്ന് ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് വരാം.
അപ്പം അങ്ങനെയാണ് കാര്യം. പിന്നെ ഇത്രയും ദിവസം വീഡിയോ എടുക്കാത്ത പിന്നെ എനിക്ക് മാനസികമായിട്ട് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് കേട്ടോ ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഞാൻ എന്താ പറയുക ജസ്റ്റ് നിങ്ങളടുത്ത് 2 മിനിറ്റ് സംസാരിക്കാമെന്ന് കരുതിയിട്ട് ഇപ്പം 5 മിനിറ്റിൻ്റെ മേലെയായി. അപ്പോൾ ഞാൻ പോട്ടെ. ഞാൻ എന്താ ഇന്നിപ്പം ഡ്യൂട്ടിക്ക് പോകണം. ഇനിയിപ്പോൾ ഇന്ന് പോയി വന്നു കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ ഞാൻ എത്രത്തോളം ബുദ്ധിമുട്ടേണ്ടി വരും, സഫർ ചെയ്യേണ്ടി വരും എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഈ AC ഒക്കെ കൊള്ളുന്നത് പിന്നെ പറ്റുന്നില്ല. അത്രയും ചുമയും അപ്പോഴൊന്നും എനിക്ക് വലിയ ഫീൽ ഉണ്ടാവില്ല. രാത്രി ആകുമ്പോഴത്തേനും ഒട്ടും വയ്യാതിരിക്കും. ഞാൻ അത്രയും നല്ല ബുദ്ധിമുട്ടിയിട്ടോ രാത്രി, അത്രയും ബുദ്ധിമുട്ടി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം. ഇപ്പോൾ മെഡിസിൻ കഴിച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പോട്ടെ, എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം. ടാറ്റ, ബൈ ബൈ.